ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജാവയുടെ സിൻടാക്സിനെ പറ്റിയിട്ട് പഠിച്ചിരുന്നു. മാത്രമല്ല നമ്മൾ ജാവ ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എഴുതി അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കമൻറ്റ്സ്. മറ്റെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പോലെ ജാവയ്ക്ക് കമൻറ്റ്സ് എന്നുള്ള ഫീച്ചർ ജാവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കമൻറ്റ്സ്? കമൻറ്റ്സിൻ്റെ പർപ്പസ് എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കമൻറ്റ്സ് എന്ന് പറയുന്ന ബേസിക്കലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങളൊരു ലൈൻ ഓഫ് കോഡ് എഴുതിയാൽ ആ ലൈൻ ഓഫ് കോഡിൻ്റെ പർപ്പസ് എന്താണെന്ന് ഒരു ഡെവലപ്പറിനെ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ കോഡ് കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷനാണ് കമൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമൻറ്റ്സ് ബേസിക്കലി നിങ്ങളൊരു കമൻറ്റ് ഒരു പ്രോഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ ആ കമൻറ്റ്സ് യൂഷ്വലി എന്ത് ചെയ്യും? എക്സിക്യൂഷൻ ടൈമിൽ ഇഗ്നോർ ചെയ്യപ്പെടും. അത് മറ്റ് ലൈൻ ഓഫ് കോഡിൻ്റെ കൂട്ടത്തിൽ കൂട്ടാതെ കമ്പൈലർ അതിനെ ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും ബാക്കി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കമൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എന്തിനു വേണ്ടി നമ്മൾ ഈ കമൻറ്റ്സ് എഴുതണം? ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമൻറ്റ്സ് ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിന് പ്രാധാന്യം വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസിഡർ നിങ്ങളൊരു പ്രോഗ്രാം എഴുതി അതിനകത്തൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബിസിനസ് ലോജിക്ക് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ഒരു കാൽക്കുലേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാൽക്കുലേഷൻ എന്താണെന്ന് നിങ്ങൾ ബിസിനസ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു പെർട്ടിക്കുലർ നിങ്ങളത് പ്രോപ്പർ ഫോമിലാക്കി എല്ലാ ഡേറ്റ സ്ട്രക്ചറുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളത് നല്ല രീതിയിൽ കോഡ് എഴുതി വെച്ചു. ഈ കോംപ്ലക്സ് കാൽക്കുലേഷൻ അല്ലെ ഈ കോംപ്ലക്സ് ബിസിനസ് ലോജിക്ക് നിങ്ങൾ തന്നെ പിന്നീട് ഒരു കാലത്ത് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. മോസ്റ്റ് പ്രോബ്ലി ഇത് പിന്നീട് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ പാടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. ഈ ലൈൻ ഓഫ് കോഡ് എന്തിനാണ്, ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് എഴുതി വെക്കാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. അതിനി എത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങളെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ കമൻറ്റ് നോക്കിയിട്ട് ഇന്ന ലൈൻ ഇന്നതിന് വേണ്ടിയാണ്, ഇന്ന പർപ്പസിന് വേണ്ടി എഴുതിയേക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കാര്യം നടക്കാൻ അല്ലെ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ്സ് എന്ന് പറയുന്ന ഫീച്ചർ ലാംഗ്വേജുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് വേണ്ടി മാത്രമല്ല, യൂഷ്വലി എല്ലാ പ്രോഗ്രാമിങ്ങുകളും നമ്മൾ കോളേജുകളിലൊക്കെ എഴുതുന്ന സാഹചര്യങ്ങളിലല്ലാതെ, സിമ്പിൾ പ്രോഗ്രാംസ് എഴുതുന്ന സാഹചര്യങ്ങളിലും പഠിക്കുന്ന സാഹചര്യങ്ങളിലും അല്ലാതെ വലിയ വലിയ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ കോഡിംഗ് സ്റ്റാൻഡേർഡ്സിന് സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട് കമൻറ്റ്സിൻ്റെ പ്രാധാന്യം. കമൻറ്റ്സിന് ഇങ്ങനെ വളരെ പ്രാധാന്യമുണ്ട്. കോഡിൻ്റെ റീയൂസബിലിറ്റി, കോഡിൻ്റെ ഭംഗി, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ കമൻറ്റ്സിന് സാധിക്കും. അപ്പം നമുക്ക് ജാവയിൽ കമൻറ്റ്സ് ഉണ്ട്. കമൻറ്റ്സ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 തരത്തിലാണ് കമൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് സിംഗിൾ ലൈൻ കമൻറ്റ്സ്, രണ്ടെന്ന് പറയുന്നത് മൾട്ടി ലൈൻ കമൻറ്റ്സ്. അപ്പോൾ ഈ 2 തരത്തിൽ കമൻറ്റ്സ് എഴുതാം. സിംപ്ലി നിങ്ങൾക്ക് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സിംഗിൾ ലൈൻ കമൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൽ എഴുതാൻ സാധിക്കുന്ന കമൻറ്റ്, അതാണ് സിംഗിൾ ലൈൻ കമൻറ്റ്സ്. അതിനൊരു പെർട്ടിക്കുലർ സിൻടാക്സ് ഉണ്ട്. അതേപോലെ തന്നെ മൾട്ടി ലൈൻ കമൻറ്റ്സ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ലൈൻസ്, ഒന്നിൽ കൂടുതൽ ലൈൻസിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. ഒരു ബ്ലോക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 ലൈൻ ഓഫ് കോഡ് കമൻറ്റ് പോരാതെ വരും. അപ്പം മൾട്ടിപ്പിൾ ലൈൻസ് വേണ്ടി വരും. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് മൾട്ടി ലൈൻ കമൻറ്റ്സ് എഴുതാം. അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള കമൻറ്റ്സ് ജാവ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ താഴെ ഒരു സാമ്പിൾ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് ജാവ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത്. അതിനകത്ത് നമ്മൾ ആദ്യം കാണുന്ന കമൻറ്റ്, അതായത് സ്റ്റാർട്ടിങ് വിത്ത് ഡബിൾ ഫോർവേഡ് സ്ലാഷ്, 2 ഫോർവേഡ് സ്ലാഷിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കമൻറ്റാണ് ആക്ച്വലി സിംഗിൾ ലൈൻ കമൻറ്റിൻ്റെ സിൻടാക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമൻറ്റ് എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2 ഫോർവേഡ് സ്ലാഷ് എടുക്കുക, ഒരു കണ്ടൻറ്റ് എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്താണ്, ആ കോഡിൻ്റെ പർപ്പസ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒറ്റ ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി ആ കമൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇപ്പം അതിന് തൊട്ട് താഴെ ഞാനൊരു ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്, ഒരു കമൻറ്റിൻ്റെ ബ്ലോക്കാണ്, അല്ലെങ്കിൽ മൾട്ടി ലൈൻ കമൻറ്റ്സ് എന്ന് പറയാം. ആ മൾട്ടി ലൈൻ കമൻറ്റ്സ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ /***, ഈ പാറ്റേണിന് ഇൻ ബിറ്റ്വീനുള്ള എന്ത് കണ്ടൻറ്റിനെയും കമ്പൈലർ ഇഗ്നോർ ചെയ്യും. ഇത് കമൻറ്റ്സ് ആയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലൈൻസ് കൺവിൻസ് ചെയ്യാൻ, അല്ലെ അതിൻ്റെ പർപ്പസ് എഴുതാൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ പർപ്പസ് നിങ്ങൾ എഴുതുക, അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലൈൻസ് വേണം. ഈ ഫംഗ്ഷൻ ഇന്നതാണ്, ഇത് ഇന്ന പാരാമീറ്റേഴ്സ് ഇൻപുട്ടായിട്ട് എടുക്കും, ഇന്ന പാരാമീറ്റേഴ്സ് റിസൾട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പെസിഫിക് ഒരു ബ്ലോക്കായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മൾട്ടി ലൈൻ കമൻറ്റ്സ് യൂസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ കമൻറ്റ്സ് എന്ന് പറയുന്നത്.
വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ജസ്റ്റ് സിംപ്ലി ഒന്ന് ചെയ്ത് നോക്കാം കമൻറ്റ്സ് എന്താണെന്നുള്ളത്. ഇപ്പം ആദ്യമായിട്ടൊക്കെ പ്രോഗ്രാം ചെയ്യുന്നവർ, നിങ്ങൾ ആദ്യം ജാവ പ്രോഗ്രാമാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് എൻകൗണ്ടർ ചെയ്യുന്നത്. അല്ല, നിങ്ങൾ നേരത്തെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാമാണ് നിങ്ങൾക്ക് നമ്മുടെ ഹലോ വേൾഡ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്കൊരു CMD ഓപ്പൺ ചെയ്ത് സെപ്പറേറ്റ് CMD ഓപ്പൺ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ച്. ഇന്ന് നമ്മൾ ഇതിനകത്ത്, അതായത് ഈ IDEയിലുള്ള ടെർമിനൽ തന്നെ യൂസ് ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു കോഡുള്ള ലൊക്കേഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കോഡ് കമ്പൈൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജാവാ C ഹലോ വേൾഡ് .java കൊടുത്തു കഴിഞ്ഞാൽ കോഡ് കമ്പൈൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു ക്ലാസ് ഫയൽ ഫോം ചെയ്യും. അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹലോ വേൾഡ് റൺ ചെയ്താൽ നമ്മുടെ ഔട്ട്പുട്ട് പ്രിൻ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു സിംഗിൾ ലൈൻ കമൻറ്റ്സ് ആഡ് ചെയ്യണം. അപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്, സിൻടാക്സ് എന്ന് പറയുന്നത് // ദിസ് ഈസ് എ സിംഗിൾ ലൈൻ കമൻറ്റ്. നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ കമൻറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഒരു കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ ആ കമൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഓക്കെ, നമുക്കിത് വീണ്ടും ഒന്ന് കമ്പൈൽ ചെയ്തിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പം ഐഡിയലി നിങ്ങൾക്ക് എന്ത് വരരുത്, ഒരു എററോ മറ്റു കാര്യങ്ങളോ വരാതെ ആ ലൈന് എക്സിക്യൂട്ട് ചെയ്യരുത്. അപ്പം ഇപ്പോഴും നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത്, ഹലോ വേൾഡ് എന്നാണ്. സിംഗിൾ ലൈൻ കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങളൊരു ബ്ലോക്ക്, ഒരു ക്ലാസ്സിൻ്റെ ഒക്കെ ബ്ലോക്കായിട്ട് എഴുതുന്ന യൂഷ്വലി സിംഗിൾ ലൈൻ കമൻറ്റ്സ് യൂസ് ചെയ്യാറില്ല. സിംഗിൾ ലൈൻ കമൻറ്റ്സ് ഇപ്പം ഒരു പെർട്ടിക്കുലർ, ഇപ്പം ഹലോ വേൾഡ്, ഇവിടെ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ സിംഗിൾ ലൈൻ കമൻറ്റ്സ് യൂസ് ചെയ്യാം. അപ്പം എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. ഇത് ഇങ്ങനെ ആ കോഡിൻ്റെ മുകളിൽ തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾ സെമി കോളൻ കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ എഴുതിയാലും ഇത് കമൻ്റായിട്ട് തന്നെ ആഡ് ചെയ്യും. നമുക്ക് സേവ് ചെയ്ത് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഹലോ വേൾഡ് തന്നെ എക്സിക്യൂട്ട് ആകും. അപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ കോഡുണ്ട് ആ കോഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒന്നാണ് സിംഗിൾ ലൈൻ കമൻറ്റ്സ്. ആ സിംഗിൾ ലൈനിൽ നിങ്ങൾക്ക് എഴുതാം. അത് പക്ഷേ നിങ്ങൾക്ക് നെക്സ്റ്റ് ലൈനിൽ കൊണ്ടുപോയി എന്തെങ്കിലും എഴുതി വെക്കണമെങ്കിൽ സിംഗിൾ ലൈൻ കമൻറ്റ്സ് പറ്റത്തില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മൾട്ടി ലൈൻ കമൻറ്റ്സ് യൂസ് ചെയ്യണം. മൾട്ടി ലൈൻ കമൻറ്റ്സിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് /** എന്നാണ്. മൾട്ടി ലൈൻ കമൻറ്റ്സ് ഇങ്ങനെയാണ് എഴുതുന്നത്. മൾട്ടി ലൈൻ കമൻറ്റ്സിന് ഈ ഒരു പാറ്റേണിന് ഇൻ ബിറ്റ്വീനുള്ള എല്ലാ സെക്ഷനും എല്ലാ കണ്ടൻറ്റിനും എന്ത് ചെയ്യും, ദിസ് ഈസ് എ മൾട്ടി ലൈൻ കമൻറ്റ്. ഇത് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് എഴുതാം നിങ്ങൾക്ക്. ഇതിപ്പോൾ സെക്കൻഡ് ലൈൻ എഴുതാം, ഒരു തേർഡ് ലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കൂടുതൽ ലൈൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ലൈൻസിലായിട്ട് ഇത് ചെയ്യാം. നമുക്കൊന്നുകൂടെ കമ്പൈൽ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഹലോ വേൾഡ്. സ്റ്റിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു കേസിൽ മാത്രമാണ്. ഇനി അഥവാ നിങ്ങൾ ഈ കമൻറ്റ് എവിടെയെങ്കിലും നിങ്ങൾ ഈ പ്രോപ്പർ കമൻറ്റിൻ്റെ സിൻടാക്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എറർ IDs ആണെങ്കിൽ എറർ കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എറർ കാണിക്കും. ഈ ലൈന് എറർ ആണെന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കമ്പൈലർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എപ്പോഴും കമൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ സിൻടാക്സ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ട് തരത്തിലാണ് ജാവയിൽ കമൻറ്റ്സ് ഉള്ളത്. ഒന്ന് സിംഗിൾ ലൈൻ കമൻറ്റ്സും മൾട്ടി ലൈൻ കമൻറ്റ്സും ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കാരണം എപ്പോഴും നിങ്ങളൊരു കോഡിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് എപ്പോഴും ഒരു പ്രോഗ്രാം എഴുതുന്നതായിരിക്കും നിങ്ങളുടെ കരിയർ ഗ്രോത്ത് വെച്ചിട്ട് ബെറ്റർ എന്ന് പറയുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ ഒരു പ്രോഗ്രാമിംഗ് കരിയറിലോട്ടൊക്കെ തിരിയുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണത്. എപ്പോഴും സ്പെസിഫൈ ചെയ്യും നമുക്കൊരു കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്, ആ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്ത് തന്നെ പ്രോഗ്രാം എഴുതേണ്ടി വരും. അപ്പം കമൻറ്റ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈവൻ ഇൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ എഴുതി വെച്ച ഒരു കോഡ് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പം ഡീബഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കോഡ് മനസ്സിലാക്കാൻ തന്നെ ചിലപ്പം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ കമൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രോപ്പർ കോഡിംഗ് സ്റ്റാൻഡേർഡ്സും കമൻറ്റ് സെക്ഷൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ മനസ്സിലാക്കി പ്രോഗ്രാം എഴുതി പോകുക. അത്രയാണ് നമുക്ക് ഇന്ന് കവർ ചെയ്യേണ്ടിരുന്നത്. എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ, സംശയമുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഞാൻ ഇനിയും വീഡിയോസ് ആഡ് ചെയ്യും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.